Assalamu alaikum. Welcome back to our class. Today we are going to move on the next part, manner of articulation. Before that, we just recall what we have learned in the last class. Yes, places of articulation. Whether the sound is voiced or voiceless. അല്ലേ, നമ്മൾ ഈ രണ്ട് കാറ്റഗറിയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വോയിസ്ലെസ് ആൻഡ് വോയിസ്ഡ് സൗണ്ട്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. We had seen 9 different places or labels, isn't it? Voiced sound എന്ന് പറഞ്ഞാൽ എന്താ? It's a vibration created a vocal cord. അല്ലേ, നമ്മൾ നമ്മുടെ ഹാൻഡ്സ് വോക്കൽ കോഡ്സിനോട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് വോയിസ്ഡ് സൗണ്ട് ആയിരിക്കും. വോയിസ്ലെസ് സൗണ്ട് ആണെങ്കിൽ അവിടെ എന്തില്ല, വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. Is it clear? We have discussed 9 places of articulation. First one is bilabial. It is uttered 2 lips, isn't it? P, B, M, V. Do you remember that? Yes. Then labiodental, in which we uses the upper lip and lower teeth. F, V. Then dental, in which uses the blade of the tongue and teeth. Th, th. Then alveolar, in which we use the tip of tongue or which touches the alveolar ridge or teeth ridge. T, D, S, Z, N, L. Then postalveolar, the back of the alveolar using the tip of the tongue, isn't it? R. Then palatoalveolar, blade of the tongue against the teeth ridge along with the front of the tongue raised towards the hard palate. Next, palatal, in which the articulated by the front of the tongue towards the hard palate. Then velar, back of the tongue against the soft palate or velum. Then last one is glottal. Glottal is a tightly closed, then release the making the sound h. Then next we move on the next part, manner of articulation. What is a manner of articulation? In which way in the sound is produced? ഏത് രീതിയിലാണ് ഒരു ശബ്ദം പുറത്തേക്ക് വരുന്നത്? നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്ലേസസ് പറഞ്ഞു അല്ലേ. ടിപ്പ്, ടങ്, ടീത്ത്, അതുപോലെ തന്നെ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ ടങ് ടച്ച് ചെയ്തിട്ടൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലേസസ് ഓഫ് ആർട്ടിക്കുലേഷനിൽ പറഞ്ഞത്. നെക്സ്റ്റ് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, അല്ലെങ്കിൽ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ പറയുകയാണെങ്കിൽ സൗണ്ടിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് എയർ പാസ് ചെയ്യുന്നതിനെ എന്നതിനെ കുറിച്ചൊക്കെയാണ് മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ പറയുന്നത്. ആൻഡ് വാട്ട് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ദ ഓറൽ ഓർ നീസൽ. സോ എമംഗ് ദിസ് വി ഹാവ് 8 such categories. നമുക്ക് മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ എന്തുണ്ട്, 8 categories ആണുള്ളത്. എങ്ങനെയാണ് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്, അപ്പോൾ എയർ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഇതാണ് മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ വരുന്നത്. സോ ലെറ്റ് us ഗോ ത്രൂ ദ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ. ഏത് രീതിയിലാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 8 categories ഉള്ളത്. നമ്മൾ ഓരോരോ കൺസണൻറ്റ് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിനൊക്കെ ഓരോരോ രീതികളുണ്ടായിരിക്കും. And we know that the consonant sound which are produced by blocking the air inside the mouth either completely or partially, then release air escape through narrow passages. ചിലപ്പോൾ സഡൻ റിലീസ് ആയിരിക്കും, ചിലപ്പോഴാണെങ്കിൽ അതെന്ത് ചെയ്യും, എസ്കേപ്പ് ചെയ്യാവും ചെയ്യുക അല്ലേ, either through the nasal cavity or oral cavity. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എവിടെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് അവയിൽ കൂടെ എന്ത് ചെയ്യും, എയർ എസ്കേപ്പ് ചെയ്യുന്നു. അപ്പോൾ കൺസണൻറ്റ് സൗണ്ട്സിൻ്റെ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൗണ്ട്സിനെ 8 category ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. Is it clear? Then first one is plosives. Plosives, they are otherwise called stops. Stop means നിർത്തുക. When we produce this sound, air is blocked inside the mouth and completely, then it releases sudden, especially with the closure. അപ്പോൾ ഒരു ബേസ്റ്റിംഗ് ഔട്ട് പോലെ ആയിട്ട്, അല്ലെങ്കിൽ എയർ കംപ്രസ് ചെയ്ത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് പ്ലോസീവ് സൗണ്ട്സ്. നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എന്താണ് അത് പ്ലോസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പ്ലോഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷർ, അല്ലെങ്കിൽ ഒരു ബേണിംഗ് ഔട്ടാണ് അല്ലേ, ഒന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് എന്ത് ചെയ്യുക സൗണ്ട് വരുന്നത്.
It is produced with a plosive, so it is called as plosives. And it is also called stops. Air is stopped inside or blocked inside the mouth, then released. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റോപ്പ് എന്ന് വിളിക്കുന്നത്. എയർ എന്ത് ചെയ്യും നമ്മുടെ മൗത്തിനുള്ളിൽ എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും ഒരു സഡൻ റിലീസായിട്ട് അല്ലെങ്കിൽ ബേസ്റ്റ് ഔട്ട് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സ്റ്റോപ്സ് എന്ന് വിളിക്കുന്നത്. അതൊരു പ്ലോഷൻ പോലെ അല്ലെങ്കിൽ ഒരു ബേൺ ഔട്ട് പോലെ അല്ലെങ്കിൽ ഒരു ബേസ്റ്റ് ഔട്ട് പോലെ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ അത് പൊട്ടിത്തെറിക്കുന്ന പോലെ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് നമ്മൾ പ്ലോസീവ്സ് എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ഇംഗ്ലീഷ് ഫോണിറ്റിക്സിൽ വരുന്ന സൗണ്ട്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ഫ. ഫ ആസ് ഇൻ പെറ്റ്. ഫ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിപ്സൊക്കെ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് എ ബൈലേബിയൽ സൗണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു അല്ലേ. ഇറ്റ്സ് എ ബൈലേബിയൽ സൗണ്ട്. സോ വി close the mouth and air is blocked inside the mouth and then we release. It comes out with a bursting or it's come out with a plosive. So it is a plosive and it has a voiced version. P എന്നുള്ള ഇതിനൊരു വോയിസ്ഡ് വേർഷൻ ഉണ്ടല്ലേ. വാട്ട് ഈസ് ദാറ്റ്? യെസ്, ബ. ബ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ വോക്കൽ കോഡ്സിനൊരു വൈബ്രേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ പ എന്നുള്ളതിൻ്റെ ഒരു കമ്പാനിയനാണ് ബ. ആൻഡ് ദ ടു ഫോണീംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും വി നീഡ് എ പ്ലോഷൻ അല്ലേ. നമുക്കൊരു പ്ലോഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബേസ്റ്റിംഗ് ഔട്ട് പോലെ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളൊരു സൗണ്ട് ഒരു സഡനായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ എയർ ഇസ് ബ്ലോക്കിങ് ഇൻസൈഡ് ദ മൗത്ത്. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് മൗത്തിൻ്റെ ഉള്ളിൽ എയർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു എയർ എന്ത് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സഡനായിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലോഷൻ നടക്കുന്നുണ്ട് അവിടെ അല്ലേ. സോ പ്ലോസി മീൻസ് എയർ ഈസ് ബ്ലോക്കിംഗ് ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് സഡൻ ഇറ്റ് റിലീസ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് പ്ലോസീവ്സ് ഓർ സ്റ്റോപ്സ്. ആൻഡ് അനദർ എക്സാമ്പിൾ ഇസ് ഖ ആൻഡ് ഘ. ആൻഡ് സോഫ്റ്റ് ഫാറ്റ് റൈസ് ചെയ്ത് പിടിച്ചുകൊണ്ട്, അതായത് നമ്മുടെ അണ്ണാക്കിൻ്റെ നേരെ ടങ് റൈസ് ചെയ്ത് പിടിച്ചിട്ട് എയറിനെ ബ്ലോക്ക് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന സൗണ്ടാണ്. എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സഡൻ റിലീസാണ് നടക്കുന്നത്. ഖ ഘ അല്ലേ. ആൻഡ് വി ഹാവ് ദ പ്രൊഡ്യൂസർ സൗണ്ട് ഖ ആസ് ഇൻ കാറ്റ് ആൻഡ് ഘ ആസ് ഇൻ ഗോട്ട്, ഗൺ, എക്സെട്ര. അപ്പോൾ സഡൻ റിലീസാണ് അല്ലെങ്കിൽ ഒരു പ്ലോഷനാണ് അല്ലെങ്കിൽ ഒരു ബേസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫോണിയും പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് അനദർ എക്സാമ്പിൾ ഇസ് ട്, ദ. ട് ആസ് ഇൻ ടീത്ത്, ദ ആസ് ഇൻ ഡക്ക്, ഡൺ, എക്സെട്ര. അപ്പോൾ ദ അല്ലെങ്കിൽ ഗ, ബ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ വോയിസ്ഡ് ആണ് അല്ലേ. നമ്മളെ വോക്കൽ കോഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട് എന്നുള്ളത് എന്താണ് നമ്മുടെ ടങ്ങിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് അല്ലേ. ടങ്ങിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് ടിപ്പ് ഈസ് എഗെയിൻസ്റ്റ് ദ ആൽവിയോള അല്ലേ. ആൽവിയോളാറിന് എഗെയിൻസ്റ്റ് ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ട് എന്നുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. We block the air inside the mouth and the tip of the tongue against the alveolar, then release it, then produce the sound T and its voiced version D. So we have a bilabial plosive and we have alveolar plosive and we have a velar plosive. Is it? കാരണം പ പ എന്നുള്ളത് എന്താണ് ബൈലേബിയൽ ആണ്. ട് ഡ എന്നുള്ളത് ആൽവിയോളർ ആണ്. ഖ ഗ എന്നുള്ളത് എന്താ വീലാർ ആണ്. സോ വി ഹാവ് ബൈലേബിയൽ പ്ലോസീവ്സ് പ ബ ആൻഡ് വി ഹാവ് ആൽവിയോളർ പ്ലോസീവ്സ് ആസ് ഇൻ ട് ഡ ആൻഡ് വി ഹാവ് വീലാർ പ്ലോസീവ്സ് ആസ് ഇൻ ഖ ഗ. Is it clear? So first one is bilabial plosives or stops as in p, b. For the articulation of p, b is a complete closure is effected by bringing of two lips firmly together and the soft palate is raised to shut off the nasal passage of air. The air gets compressed between the two closure when the lips suddenly separated and the air escapes through the mouth with plosive or explosion. During the articulation of p, the vocal cords are wide apart, so p is voiceless. And during the articulation of b, the vocal cords vibrate, making the sound voiced. So the active articulators are two lips. Is it clear? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പ ബ എന്നുള്ളത് ബൈലേബിയൽ സൗണ്ടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ
ബൈലേബിയൽ പ്ലോസീവ്സ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലോഷൻ അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ലിപ്സൊക്കെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു എയർ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സഡൻ റിലീസ് ചെയ്യണം അല്ലേ. അപ്പോൾ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ അത് സൗണ്ട് ആയിരിക്കും. വോയിസ്ലെസ് സൗണ്ട് ആയിട്ടുള്ള സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ വോയിസ്ലെസ് സൗണ്ട് ആയിരിക്കും. വോക്കൽ കോഡ്സ് എന്തായിരിക്കും, wide apart ആയിരിക്കും. Is it clear? Then as in party, speak, lip, etc. And as in bird, abandon, cab. So that is voiceless, bilabial, plosive or stop. And as in voiced, bilabial, plosive or stop. And b occur in all positions initially, medially and finally. And find out the examples. Okay. Then next, alveolar plosives. A complete closure is effected by the tip of the tongue touching the teeth ridge firmly, and the soft palate is raised to shut off the nasal passage of air. The air gets compressed between the two closures when the tip of the tongue is suddenly removed from the teeth ridge and air escapes through the mouth with the closure. During the production of t, the glottis is wide open and the sound is voiceless. And during the production of the d, the vocal cords vibrate and sound is voiced. And the active articulator is tip of the tongue. Is it clear? അപ്പോൾ നമ്മൾ ആൽവിയോളാർ ആയിട്ടുള്ള പ്ലോസീവ്സ് ആണ് എന്ത്, d എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ആൽവിയോളാർ എന്താണെന്ന് അല്ലേ. അപ്പോൾ ആൽവിയോളാർ പ്ലോസീവ്സ് ആണ് d. അപ്പോൾ d ആസ് ഇൻ വോയിസ്ലെസ്, ആൽവിയോളാർ ആൻഡ് പ്ലോസീവ് ഓർ സ്റ്റോപ്പ്. ആൻഡ് d ആസ് ഇൻ വോയിസ്ഡ്, alveolar, plosive or stop. And both t and d occur in all positions. And t as in tea, heater, cut, etc. And d as in dry, edit, bed. Next one is velar plosives as in k, g. For the production of k, the back of the tongue gets into firm contact with the soft palate. The soft palate is raised and the shut off the nasal passage of air when the back of the tongue is suddenly moved from the soft palate and the air escapes through the mouth with closure. During the production of k, vocal cords do not vibrate. During the production of g, the vocal cords vibrate. The active articulator is the back of the tongue. So, k as in voiceless, velar, plosive or stop, and g as in velar, voiced, plosive or stop. And both k and g occur in all positions. Is it clear? അപ്പോൾ നമ്മൾ 3 പ്ലോസീവ്സ് ആണ് പറഞ്ഞത് അല്ലേ. മാനർ ഓഫ് ആർട്ടിക്കുലേഷനിൽ തന്നെ ഫസ്റ്റ് വൺ ഈസ് പ്ലോസീവ് ഓർ സ്റ്റോപ്പ്. അതിൽ തന്നെ 3 ടൈപ്പ് പറഞ്ഞു, ബൈലേബിയൽ പ്ലോസീവ്സ്, alveolar plosives and velar plosives. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ഈസ് ബൈലേബിയൽ, alveolar and velar. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. നെക്സ്റ്റ് ആണ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ്. വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ്? When a plosive sound is followed by another plosive or an affricate sound in the same word, the first plosive is not fully pronounced. Such plosives are incomplete plosives. മനസ്സിലായോ എന്താണെന്ന്? നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 എക്സാമ്പിൾസ് ഉണ്ട്, ഖ ഇൻ ആക്ട് ആൻഡ് പിക്ചർ. അപ്പോൾ ഈ 2 വേർഡിൽ ആക്ട് ആൻഡ് പിക്ചർ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 2 എക്സാമ്പിൾസ് ആണ് അല്ലേ. ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സിന് 2 എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ആക്ട്, ACT, ആക്ട്. സെക്കൻഡ് പിക്ചർ, PICTURE, പിക്ചർ. ഇവിടെ 2 എക്സാമ്പിൾസിലും ക എന്നുള്ള വീലാർ പ്ലോസീവ് എന്നുള്ള ഒരു ഇൻകംപ്ലീഷൻ അല്ലെങ്കിൽ വീലാർ പ്ലോസീവ് സൗണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല. ഒരു ഇൻകംപ്ലീഷൻ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ആക്ട്
ആക്ട്, ആക്ട്, എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന് പകുതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കട്ടായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിക്ചർ, എന്ത് ചെയ്യുന്നില്ല, എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആസ് ഇൻ കിങ്, ആസ് ഇൻ ക്യാപ് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആക്കുന്നില്ല. അവിടെ എഗെയിൻ ആക്ട് എന്നുള്ളിടത്ത് എഗെയിൻ എന്താണ്, പ്ലോസീവ് സൗണ്ട് തന്നെയാണ്. പക്ഷേ അത് എന്താണ്, എന്നുള്ള ആൽവിയോളർ പ്ലോസീവ്സിലേക്ക് എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിക്ചർ എന്നുള്ളതിൽ എന്നുള്ള ആഫ്രിഗേറ്റ് സൗണ്ടിലോട്ട് അഡ്ജസ്റ്റഡ് ആയി പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്നുള്ള വീലാർ പ്ലോസീവ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. അത് പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദ ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് ആർ in which the closure will not complete occur and it will break because of the adjacent consonant sound. തൊട്ടടുത്തുള്ള ആ ഒരു കൺസണൻറ്റ് സൗണ്ടിലോട്ട് എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റഡ് ആയിട്ട് പോവാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ക്ലോഷർ അല്ലെങ്കിൽ ആ ഒരു ബേസ്റ്റ് ഔട്ട് എന്ത് ചെയ്യുന്നില്ല, ആ സൗണ്ടിൽ നടക്കുന്നില്ല അല്ലേ. പിക്ചർ എന്നുള്ളതിൻ്റെ ആ ഒരു ബേസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലോഷൻ അവിടെ നടക്കുന്നില്ല. അവിടെ ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ അത് പകുതി വെച്ച് മുറിഞ്ഞു പോവാണ്. ആ എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നില്ല അല്ലേ. പിക്ചർ അല്ലേ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് പകുതിക്ക് വെച്ച് ബ്രേക്കപ്പ് ആയി പോകുന്നുണ്ട്. ഇതിനെയാണ് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് നേസൽ പ്ലോഷൻ. അപ്പം നമ്മൾ ഇൻകംപ്ലീറ്റ് പ്ലോഷൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് പറഞ്ഞ പോലെ തന്നെ nasal plosive happens when the nasal release of plosives is followed by a homogenic nasal sound, that is when they have the same place of articulation. അപ്പോൾ നമ്മൾ നേസൽ സൗണ്ട് നമുക്കറിയാം, നേസൽ സൗണ്ട്സ് ഏതൊക്കെയാണ്, മ, ന, ങ് അല്ലേ. അപ്പോൾ എന്നുള്ള പ്ലോസീവ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു വേർഡിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ നേസൽ സൗണ്ട്സിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മളിപ്പോൾ ആക്ട് അല്ലെങ്കിൽ പിക്ചർ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, തൊട്ടപ്പുറത്തുള്ള കൺസേൺ സൗണ്ടിലേക്ക് അഡ്ജസ്റ്റഡ് ആയി പോകുന്നുണ്ടെന്ന്. അതുപോലെ ഇവിടെ നമ്മൾ ചില വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്നുള്ള പ്ലോസീവ്സ് ഒരു നേസൽ സൗണ്ട്സിലോട്ട് അഡ്ജസ്റ്റഡ് ആയി പോവുക. ഈസ് ഇറ്റ് ക്ലിയർ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എയർ എസ്കേപ്സ് ത്രൂ ദ നോസ്. എയർ എന്ത് ചെയ്യുന്നുണ്ട്, നോസിലൂടെ എസ്കേപ്പ് ആവുന്നുണ്ട്, പക്ഷേ അവിടെ പ്ലോഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ആവുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്നുള്ള പ്ലോസീവ്സ് എന്നുള്ള നേസൽ സൗണ്ടുമായിട്ട് കൂടിച്ചേരും. ബട്ടൺ, മാഡ്നസ്, ബട്ടൺ, BUTTON, ബട്ടൺ. അവിടെ എന്നുള്ള സൗണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്ലോഷൻ ആവുന്നില്ല അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ദ വോയിസ് ടു സ്റ്റോപ്പ് ആൻഡ് ദ നേസൽ ഒക്കർ ഇൻ ദ സെയിം വേർഡ് ആസ് ഇൻ ഹീഡൻ അല്ലേ. എന്നുള്ള സൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ കംപ്ലീറ്റ് ആ ഒരു പ്ലോഷൻ വരുന്നില്ല. ഹീഡൻ. അതുപോലെ തന്നെ സഡൻ, ലേഡൻ, ബട്ടൺ, മാഡ്നസ്. ഇവിടെയൊക്കെ എന്താണ്, എന്നുള്ള നേസൽ സൗണ്ടിലോട്ട് സബ്മേർജ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ അഡ്ജസ്റ്റഡ് ആയി പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ, ഫെർബ്. ഫോർ എക്സാമ്പിൾ, ടോപ്പ് മോസ്റ്റ്, സബ്മേർജ്, ടോപ്പ് മോസ്റ്റ്. എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല, ആ ഒരു എക്സ്പ്ലോഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. ടോപ്പ് മോസ്റ്റ് ആണ് നമ്മൾ പറയുക, അല്ല ടോപ്പ് മോസ്റ്റ് അല്ലേ. അവിടെ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ടോപ്പ് മോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അത് കംപ്ലീറ്റഡ് ആണ്. ഇവിടെ ടോപ്പ് മോസ്റ്റ് എന്നാണ് നമ്മൾ പറയാം അല്ലേ. അതുപോലെ തന്നെ എന്നുള്ളത് തിഖൻ, ഓഘൻ. ഇവിടെ നെക്സ്റ്റ് ഉള്ള ആ ഒരു നേസൽ സൗണ്ടിലോട്ട് അഡ്ജസ്റ്റഡ് ആവുന്നു അല്ലേ. തിഖൻ, ഓഘൻ എന്ന് പറയുമ്പോഴൊക്കെ എന്താണ്, എന്നുള്ള ആ ഒരു പ്ലോസീവ്സ് നേസൽ സൗണ്ടിലോട്ട് പോകുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? എന്താണ് നേസൽ പ്ലോഷൻ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? സോ നേസൽ പ്ലോഷൻ, in certain words the plosive is immediately followed by nasal sound, and in such cases the plosive is not pronounced in the usual way. അപ്പോൾ നമ്മൾ
സാധാരണ പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു വേയിലല്ല പ്ലോസീവ്സ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. ഇൻ സച്ച് കേസ് ദ മൗത്ത് ക്ലോഷർ ഈസ് റിറ്റെയിൻഡ് ആൻഡ് ബട്ട് എയർ എസ്കേപ്സ് ത്രൂ ദ നോസ് at the moment when the soft palate is lowered for forming the nasal consonant. This is known as nasal plosive. Example for the nasal plosive are found in the words like topmost and sharpness. Is it clear? The next one is lateral plosive. In words like middle and lateral, the plosives d and t are followed by the lateral sound l. നമ്മളിനി വരാൻ പോകുന്നുള്ളൂ ലേറ്ററൽ സൗണ്ട് ല എന്ന പ്ലോസീവ് സൗണ്ടിലോട്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്ലോസീവ് സൗണ്ട്സ് ആയിട്ടുള്ള ട് ഡ എന്നുള്ള ലേറ്ററൽ സൗണ്ടിലോട്ട് അഡ്ജസ്റ്റ് ആയി പോകും. The plosive of t and d is lateral, that is, the tip of the tongue does not leave the teeth ridge and the center, but the air escape through the sides of the tongue. ടങ്ങിൻ്റെ സൈഡ്സിലൂടായിരിക്കും എന്ത് ല എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലേ, ല എന്ന് പറയുമ്പോൾ നമ്മൾ എയർ എസ്കേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നാവിൻ്റെ സൈഡ്സിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോസീവ് സൗണ്ട്സ് എന്ത് ചെയ്യും, ഈ ലേറ്ററൽ സൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ ടങ്ങിൻ്റെ സൈഡിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, എയർ പാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾസ് മിഡിൽ, അതുപോലെ തന്നെ അറ്റ്സ്, റിഗാർഡ്ലെസ്, ബാഡ് ലൈറ്റ്, അറ്റ് ലാസ്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ എയർ എസ്കേപ്പ് ആവുന്നത് അല്ലെങ്കിൽ എയർ അവിടെ തന്നെ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം അല്ലേ. But this happens when t, d are followed by l, that is, one or both sides of tongue are lowered and allow the air to escape and the tongue tip contact remaining. Okay, atlas, t. t എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്ലോസീവ് സൗണ്ടാണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്ലോഷൻ, ഒരു എക്സ്പ്ലോഷൻ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ടിപ്പിൻ്റെ അല്ലെങ്കിൽ ടങ് ഓഫ് ദ ടിപ്പ് എങ്ങനെയാണ്, അവിടെ റിമൈനിങ് തന്നെയാണ്. പക്ഷേ എന്താണ്, എയർ എസ്കേപ്പ് ചെയ്യുന്നത് ത്രൂ ദ സൈഡ്സ് ഓഫ് ദി ടങ്. അറ്റ്ലസ്, ലാസ്റ്റ്, മിഡിൽ, ടിറ്റിൽ, സ്പിറിൽ, സെറിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ട് എന്നുള്ള ആ പ്ലോസീവിൻ്റെ കറക്റ്റ് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, അത് കംപ്ലീറ്റ് ആവുന്നില്ല അല്ലേ. അതോടെ ചിലപ്പോൾ എന്ത് ചെയ്യും, എയർ എസ്കേപ്പ് ചെയ്യുന്ന പാസേജ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ടങ് ടിപ്പ് റിമൈനിങ് ആയിരിക്കും. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ആയി തൊട്ടടുത്തുള്ള ലേറ്ററലിലേക്ക് എന്ത് ചെയ്യാണ്, അവിടെ അഡ്ജസ്റ്റഡ് ആയിട്ട് മാറുകയാണ്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. ഡെക്ലൂസ്, ലിറ്റിൽ, ടിറ്റിൽ, സ്പിറൽ, സെറ്റിൽ, ബ്ലോ, ബ്ലാങ്ക്, എക്സെട്ര. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തായിരുന്നു, പ്ലോസീവ്സ് ഓർ സ്റ്റോപ്സ് അല്ലേ. അപ്പോൾ പ്ലോസീവ്സ് ഓഫ് സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, So 3 stages of articulation of plosives and completely closure, holding of the breath or stop and sudden release. അത് തന്നെ 3 plosives നമ്മൾ പറഞ്ഞു, പ, ബ, ഠ, ഡ, ഖ, ഗ അല്ലേ. പ്ലോസീവ്സ് അല്ലെങ്കിൽ 3 pairs of plosives പറഞ്ഞു, ബൈലേബിയൽ പ്ലോസീവ്സ്, ആൽവിയോളാർ പ്ലോസീവ്സ്, വീലാർ പ്ലോസീവ്സ്. ദെൻ നമ്മൾ ഫോർത്ത് വൺ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സ് ആണ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് പ്ലോസീവ്സിന് എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, ആക്ട്, പിക്ചർ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്തുള്ള കൺസണന്റ് സൗണ്ട്സിലോട്ട് അഡ്ജസ്റ്റഡ് ആയി പോകുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞ പ്ലോസീവ്സ് ആയിരുന്നു നീസൽ പ്ലോഷൻ അല്ലേ. നീസൽ പ്ലോഷൻ അതെന്ന് വെച്ചാൽ നീസൽ സൗണ്ട് ആയിട്ടുള്ള മ, ന, ങ് എന്ന സൗണ്ട്സിലോട്ട് എന്ത് ചെയ്യും, എയർ എക്സ്കേപ്പ് ചെയ്യുന്നത് നോസിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ആ പ്ലോഷൻ അവിടെ സംഭവിക്കുന്നില്ല. അവിടെ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള നീസൽ കൺസണന്റ് സൗണ്ട്സിലോട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നു. ദെൻ പറഞ്ഞത് ലേറ്ററൽ റിലീസ് അല്ലെങ്കിൽ ലേറ്ററൽ പ്ലോഷൻ. അവിടെയും പറഞ്ഞത് തന്നെയാണ്, ലേറ്ററൽ സൗണ്ട് ആയിട്ടുള്ള ല എന്ന സൗണ്ടിലോട്ട് ട്, ഡ് അല്ലെങ്കിൽ നമ്മുടെ കൺസണൻസ് പ്ലോസീവ്സ് അല്ലേ, പ്ലോസീവ്സ് എന്ത് ചെയ്യും, അവിടെ അഡ്ജസ്റ്റഡ് ആയി പോവാണ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, എയർ എസ്കേപ്പ് ആവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ടങ്ങിൻ്റെ 2 സൈഡിലൂടെ ആയിരിക്കും ചിലപ്പോൾ എയർ എസ്കേപ്പ് ആവുന്നത്, അല്ലെങ്കിൽ ടങ് ഓഫ് ദ ടിപ്പ് റിമൈനിങ് ആണ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇത്രയാണ് നമ്മൾ ഇന്നെടുത്തത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു 8 കാറ്റഗറീസ് ആണെന്ന് പറഞ്ഞു അല്ലേ. മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ 8 കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു പ്ലോസീവ്സ് ഓർ സ്റ്റോപ്സ്. സെക്കൻഡ് വൺ affricates. Third one fricatives. Fourth trill or roll. Fifth nasals. Sixth lateral. Seventh frictionless consonant. Eighth semi-vowels. ഇൻഷാല്ലാ നമുക്കിനി ബാക്കി വരുന്ന 7 മാനർ ഓഫ് ആർട്ടിക്കുലേഷൻസ് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം.
Okay, Assalamu alaikum.